ഇതാണ് ഒരു ബാത്റൂമിൻ്റെ അവസ്ഥ ഇത്. ഒരു ബാത്റൂമിൽ ഉണ്ടല്ലേ സുഹൃത്തുക്കളെ. പിന്നെ ഇതാണ് അവസ്ഥ. ഞാനിപ്പോൾ എന്താ പറയുക, ഒരു നമ്മുടെ വിഷയം, എൻ്റെ ഒരു വിഷയം എന്താ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ കറണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ ഒരു അവസ്ഥയിൽ ഞാൻ അപ്പോഴും വീഡിയോ എടുത്തപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാനത് വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി അവർ വന്ന് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, രാത്രി ആവണതിന് മുമ്പായിട്ട്. ഇപ്പോഴും കണ്ടില്ല, ഇതാണ് അവസ്ഥ. ഇപ്പോഴും അവർ എത്തിയിട്ടില്ല. ഞാൻ അവർ വരുമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഇപ്പം ഞാൻ അവരുടെ പേരിൽ ഞാൻ അവരോട് ഇനിയിപ്പോൾ പരാതിയും ഇതും പറയണ്ട, ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ട് അവർക്ക് ഇത് വേണ്ട വിചാരിച്ചിട്ട് അത്രയും വെയിറ്റ് ചെയ്ത് നിന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇതിന് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം ഞാൻ ആരോട് ഇതിനെക്കുറിച്ച് പറയും? ഇതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മളെ കേരളത്തിലാവണ്ടല്ലേ, നമ്മൾ എത്രയും, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് കറണ്ട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം എന്നുള്ളതൊക്കെയാണല്ലോ. അപ്പോൾ ഇതുകൊണ്ട് പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മളെ അവസ്ഥ ഇപ്പം എങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഇത് ആരോട് എന്ത് പറയുന്നുള്ളതാണ്. ഇനി നമുക്കിത് പറയാമല്ലോ. അവർ എത്ര ദിവസം ഇവർ വരാതിരിക്കും എന്നുള്ളത് ഞാൻ നോക്കട്ടെ. ഇതിൽ അന്ന് വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ഇതിന് എന്താ ചെയ്യാനുള്ളത്? അപ്പോൾ ജനങ്ങൾ അഭിപ്രായങ്ങളും, കാരണം നമുക്കിത് അറിയാഞ്ഞിട്ടാവും ചിലപ്പം എന്താ ഏതാന്നുള്ളത് നിങ്ങളൊന്ന് പറയും. കാരണം വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും കാര്യമല്ല ഈ രണ്ട് സംഭവം. ഇപ്പോൾ വെള്ളം മഴ പുറത്ത് പെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമില്ല. നമ്മളെ വീട്ടിൽ വെള്ളമല്ല, വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ വെള്ളം കിട്ടുന്നില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ. ഇപ്പോഴും വന്നില്ല. ഞാൻ പറയില്ലേ, 2 ദിവസമായിട്ട് ഞാൻ നിരന്തരമായിട്ട് വിളിച്ചും കൊണ്ടേ ഇരിക്കുകയാണ് ഇവരെ. അപ്പോൾ അവിടെ നമ്മൾ ഈ ഉദ്യോഗസ്ഥർ അവിടെ ഇതിൽ ആളുകളില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഇതിൽ നമുക്ക് നമ്മളൊരു അറിയിപ്പാണ്. അവർക്ക് ആളുകൾ എത്തിച്ചു കൊടുക്കലോ, നമ്മൾ താഴ്മയായിട്ട് നിങ്ങൾക്ക് അപേക്ഷ ആണ്. പുലാമന്തോൾ പഞ്ചായത്തിലെ പുലാമന്തോൾ പഞ്ചായത്തിലല്ല, പുലാമന്തോൾ KCBയിലെ ഇങ്ങനെ അവസ്ഥ നമുക്ക് നേരിടുന്നുണ്ട്. ഇപ്പോഴിതാ ഞാനിതൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാനിത് ഒരാൾക്കൊരു എതിരായിട്ടോ പ്രവർത്തിക്കില്ല. ഇതിനോട് മറ്റുള്ളൊരു വേറെ ലെവലിലെല്ലാം സംസാരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു അനുഭവമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന അവസ്ഥ കണ്ടില്ലേ, രാത്രിയായി 2 ദിവസമായി. മഴയുടെ വിഷയം പറയുന്നുണ്ടെങ്കിൽ മഴയുടെ ആണെങ്കിലും മറ്റേ നമ്മൾ ആദ്യത്തെ പരാതി പരിഗണിച്ചിട്ടല്ലേ നമ്മൾ അടുത്ത പരാതി അവർ ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ 8-10 പരാതിയായി ഇപ്പോൾ അവർക്ക് കൊടുക്കണം. നിരന്തരമായിട്ട് വിളിച്ചും കൊണ്ടേ ഇരിക്കുക. അവരവിടെയാണ് ഇവിടെയെന്ന് പറയാനല്ലാതെ എനിക്കതിനൊരു ഇതുവരെ ഞാൻ പറഞ്ഞില്ല, 24 മണിക്കൂറും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വിളിക്കുന്നത്. 24 മണിക്കൂറിൻ്റെ മുകളിലായി. അപ്പോൾ ഓക്കെ, ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനങ്ങൾ സർക്കാർ നമുക്കതൊന്ന് എത്തിക്കേണ്ട ഇത്